ഹലോ ഗായ്സ്, ഞാൻ അമൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇത്രയും പതുക്കെ സംസാരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ വെളുപ്പിനെ 4 മണിയാണ്, 4 മണി കഴിഞ്ഞു. അപ്പോൾ ബമ്പർച്ചിരിയുടെ ഷൂട്ടിന് പോകാൻ വേണ്ടി എണീറ്റാണ്. 5 മണിക്കാണ് ട്രെയിന്. ഒരു 4:30 ആകുമ്പോഴെങ്കിലും നമ്മുടെ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലേ നമുക്ക് ട്രെയിൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഗായ്സ്, അപ്പോൾ 3 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തി. അപ്പോൾ ഇനി നമുക്ക് നേരെ മെട്രോയിൽ കയറി വൈറ്റിലേ പോകണം. വൈറ്റിലേ പോയി ബാഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് വച്ചിട്ട് നമുക്ക് എന്നിട്ട് ബസ്സിൽ കയറി അരൂർ പോകണം, സ്റ്റുഡിയോ അരൂർ. അപ്പോൾ നമുക്കിനി നേരെ മെട്രോയിലോട്ട് പോകാം. ഗായ്സ്, ഇനി ഇപ്പുറത്ത് ചാടി കിടക്കണം. ട്രെയിനൊന്നും വരുന്നില്ലല്ലോ അല്ലേ? എന്താണെന്നറിയോ, അതായത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു വലിയ പടിയൊക്കെ കയറി പിന്നെ അതേ പടി തിരിച്ചിറങ്ങി ഒക്കെ വേണം വരാൻ. ഇതാകുമ്പോൾ അപ്പുറത്തെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തത്, കാര്യം സിമ്പിൾ. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മറ്റേ എക്സ്കലേറ്ററില്ലേ, അതിൽ ഞാൻ ആദ്യം ഇവിടെ എറണാകുളത്തത് പമ്പർച്ചിരിയിൽ ഷൂട്ടിന് വേണ്ടി തന്നെ ആദ്യമായിട്ട് വന്നപ്പോഴാണ് ഞാനിവിടെ ആദ്യമായിട്ടും അതിൽ കയറുന്നത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. സംഭവം ഈ സിനിമയിലൊക്കെ കാണിക്കുമല്ലോ, ഇതിൽ കയറുമ്പോൾ ആദ്യം കാണിക്കുന്നതന്നെ വീഴുന്നതാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു, ഈ വന്ന് വീഴുമോ ഇത് കയറും. പക്ഷേ ഒരു പ്രാവശ്യം കയറിയ സത്യം പറഞ്ഞാൽ പേടിയൊക്കെ മാറും. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ആദ്യമായിട്ട് കയറുന്നതും ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ തന്നെയാണ്. ലൈഫിൽ കുറേ കാര്യങ്ങൾ കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ പമ്പർച്ചിരി വന്നതിന് ശേഷം, എറണാകുളത്ത് വന്നതിന് ശേഷമൊക്കെ. അപ്പോൾ പിന്നെ അവിടെയൊക്കെയാണ് തിരുവനന്തപുരത്ത് സ്കൂള് വീട് ഇതൊക്കെ തന്നെയല്ലേ, വേറെ ഒന്നുമില്ലല്ലോ അതും. അപ്പോൾ അങ്ങനെയൊക്കെ കഥ. അപ്പോൾ നമുക്ക് നേരെ മെട്രോയുടെ അകത്ത് കയറിയിട്ട് ബാക്കി ഗായ്സ്. അപ്പോൾ അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങി മെർമെയ്ഡ് ഹോട്ടലിലേക്ക് കൊണ്ട് ബാഗൊക്കെ കൊണ്ടുവച്ചതാ. ഇനി ഇത് അങ്ങോട്ട് പോവുക. അപ്പം മെട്രോയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഗായ്സ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി അരൂർ ചെന്നിറങ്ങണം. അവിടെയാണ് മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ. ഗായ്സ്, അപ്പോൾ നമ്മൾ വൈറ്റില വന്നിറങ്ങി. ഇവിടെ ഭയങ്കര മഴ, അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. അവിടെ കുറേയൊക്കെ നനഞ്ഞു, ഭയങ്കര മഴ. അപ്പോൾ മഴയും തോർന്നിട്ട് സ്റ്റുഡിയോ. ഗായ്സ്, പണി കിട്ടി. ഞാൻ അവിടെ നിന്ന് എല്ലാ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കുറേ ചിരിക്കാൻ പറ്റുന്ന കുറേ മൊമെൻ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് എല്ലാം എടുത്ത് വച്ചിട്ട് ഞാൻ പെർമിഷൻ ചോദിച്ചു, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് പമ്പർച്ചിരി സ്റ്റുഡിയോയുടെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല, അത് പറ്റത്തില്ല എന്ന്. അപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ പോയി. അപ്പോൾ ഇതിലിനി ഇടാൻ പറ്റത്തില്ല. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കുറേ വീഡിയോസ് എടുത്തു അവിടെ. ഇപ്പം കെവിനെ വെച്ചിട്ടും പിന്നെ അഖില കേശ്, ശ്രീതേട്ടൻ ഇവരൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു. അതൊന്നും ഇനി ഇടാൻ പറ്റത്തില്ല, സോറി. അപ്പോൾ അവിടുത്തെ വിശേഷം പറഞ്ഞ് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സോറി, ഞാനും അറിഞ്ഞില്ല വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസിന് ആരും താഴെ കമൻറ്റ് ചെയ്യുന്നില്ല, കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയും ഇതൊന്നും അല്ല, ഇതിനെക്കാട്ടിലും ഒത്തിരി വീഡിയോസിന് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ബമ്പർച്ചിരിയുടെ നമ്മുടെ സ്റ്റുഡിയോയുടെ അകത്തല്ലേ എടുക്കാൻ പാടില്ലത്. ഇന്ന് നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. റെഡിയാ, നമുക്കിവിടെ മെർമെയ്ഡിലൊക്കെ വെച്ച് ഇഷ്ടം പോലെ വീഡിയോ എടുക്കാം. അപ്പോൾ അതിന് വീഡിയോസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.